ഈ ശ്രീധരൻ മെട്രോമാൻ്റെ പദ്ധതിക്ക് ഓരോ ദിവസം കഴിയുന്തോറും പ്രാധാന്യം കൂടുന്നു. അതിന് പച്ചക്കൊടി ഇങ്ങനെ ചുമന്ന കൊടി മാറി പച്ചക്കൊടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇതൊക്കെ ആകാമായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയില്ല. ഈ ശ്രീധരന്റെ സേവനം പ്രയോജനപ്പെടുത്തുമ്പോൾ മറ്റൊരു കാവ്യനീതി കൂടെ ഉണ്ട്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിലുണ്ടായിരുന്നു. വളരെ വലിയ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സേവനം വേണ്ടത്ര കേരളം പ്രയോജനപ്പെടുത്തിയില്ല. സെൻട്രലിൽ നിന്ന് ചില പ്രോജക്റ്റ് കിട്ടാനൊക്കെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതല്ലാതെ കേരളം വേണ്ടത്ര അദ്ദേഹത്തിന്റെ ബുദ്ധിയും ശക്തിയും പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. അതേസമയം ഇന്ദിരാഗാന്ധിയൊക്കെ ഹരിത വിപ്ലവത്തിനും മറ്റിനും എം എസ് സ്വാമിനാഥൻ്റെ തല ഉപയോഗിച്ചിരുന്നു. അപ്പോഴും കേരളം മൈൻഡ് ചെയ്തില്ല. അമുൽ കുര്യൻ്റെ തല പ്രയോഗിച്ചത് ഗുജറാത്തിലാണ്. അമുൽ തുടങ്ങിയത് ഗുജറാത്തിലാണ്. കേരള സർക്കാർ തലയൊന്നും പ്രയോഗിച്ചില്ല. അപ്പോൾ കേരളത്തിൽ ജനിച്ച് ആഗോള പ്രശസ്തി നേടിയ, ദേശീയ ശ്രദ്ധ നേടിയ എക്സ്പേർട്ടുകളെയോ ടെക്നോക്രാറ്റുകളെയോ കേരളം അങ്ങനെ പ്രയോജനപ്പെടുത്താറില്ല. കേരളം ഇവിടെ ഉള്ള നമ്മുടെ നിലയ വിദ്വാൻമാരൊക്കെ തന്നെയാണ് പാട്ടും സംഗീതവും കച്ചേരിയൊക്കെ നടത്തുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് പോലും, അത് ഷാഫി പറമ്പലിനെ പോലുള്ള വളരെ പ്രമുഖനായ KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ഷാഫി പറമ്പലിനെ, ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റുമാണ്, ജനറൽ സെക്രട്ടറി എന്ന് തോന്നുന്നു, അങ്ങനെ വളരെ പ്രമുഖമായ സ്ഥാനത്തിരിക്കുന്ന MP ആയിട്ടുള്ള ഷാഫി പറമ്പലിനെ തോൽപ്പിച്ച, അല്ലെങ്കിൽ ഷാഫി പറമ്പലിനോടൊപ്പം മത്സരിച്ച, BJPയുടെ കാൻഡിഡേറ്റായി മത്സരിച്ച, മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച ഈ ശ്രീധരനെ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ട് കോൺഗ്രസ് നന്നായി പ്രയോജനപ്പെടുത്തി. അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി. 3 മണിക്കൂർ കൊണ്ട് 460 കിലോമീറ്റർ ദൂരം കാസർഗോഡെത്തില്ല, കണ്ണൂർ വരെ, ചക്കരപ്പറമ്പ് വരെ എത്തുന്ന, അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള ചക്കരപ്പറമ്പ് വരെ എത്തുന്ന, തിരുവനന്തപുരം പൂജപ്പുരയിൽ ആരംഭിച്ച് 10-15 കിലോമീറ്റർ പോയി നമ്മുടെ എയർപോർട്ടിൽ, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടിപ്പാതയിലൂടെ പോയി അവിടെ നേരെ കരയിലോട്ട് കയറി, പിന്നെ നെടുമങ്ങാട് കൊട്ടാരക്കര വഴിയൊക്കെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അവിടെ ടച്ച് ചെയ്ത് നേരെ കരിപ്പൂർ വിമാനത്താവളം ടച്ച് ചെയ്ത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ 10 കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് നിൽക്കുന്ന, ശരാശരി 800 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, 2-2.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലെത്താൻ പറ്റുന്ന, കൂടുതൽ ഭാഗവും, അതായത് 6-10 കിലോമീറ്റർ താഴെ സ്ഥലം അണ്ടർഗ്രൗണ്ട്, ബാക്കി മുഴുവൻ 450 കിലോമീറ്ററും ഉയർന്ന തൂണുകളിലൂടെ, നമ്മൾ ഈ ഫ്ലൈ ഓവറൊക്കെ പണിതിരിക്കുന്ന പോലുള്ള തൂണുകളിലൂടെ മാത്രം പോകുന്ന, പരിസ്ഥിതിക്ക് വളരെ പരുക്ക് കുറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ശ്രീധരൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ DPR പുറത്ത് വന്നിട്ടില്ല, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും പുറത്ത് വന്നിട്ടില്ല, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും പുറത്ത് വന്നിട്ടില്ല. അത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവമില്ല, കേരള ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലുമില്ല, ഇന്ത്യൻ വികസനത്തിൻ്റെയും കേരള വികസനത്തിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു ടെക്നോക്രാറ്റോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ, പ്രോജക്റ്റിനെ മറ്റൊരു കമ്മിറ്റിക്ക് എടുത്തു കൊടുക്കുകയും ആ കമ്മിറ്റിയോട് അത് വിശകലനം ചെയ്യാൻ പറയുകയും അവരോട് റെക്കമെൻഡേഷൻ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു വലിയ സൂചകമാണ്, നല്ല സൂചനയാണ്. അതിൽ CDSൻ്റെ ഡയറക്ടറുണ്ട്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ നാരായണയുണ്ട്, പിന്നെ നമ്മുടെ തണൽ ശ്രീധരൻ ഉണ്ട്, അത് എഞ്ചിനീയറാണ് അദ്ദേഹം, ബേസിക്കലി എൻവയോൺമെൻറ്റൽ പാർട്ട് നോക്കുന്നതിന് അദ്ദേഹമുണ്ട്, പിന്നെ വേറെ 2 ആളുകളുമുണ്ട്. അങ്ങനെ ഗതാഗതത്തിൻ്റെ നട്ട്പാക്കിൻ്റെ ആളുകൾ, അങ്ങനെ 3-4 പേര് നടക്കുന്ന ഒരു കമ്മിറ്റിയോട് അത് പരിശോധിക്കാൻ പറഞ്ഞു. പക്ഷേ കമ്മിറ്റി 5-6 സിറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു, ഇനിയും 1-2 സിറ്റിംഗ് കൂടെ ഉണ്ടെന്ന് കേൾക്കുന്നു. കമ്മിറ്റിയും പച്ചക്കൊടി കാണിക്കുന്നതായിട്ടാണ് റിസൾട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഈ ശ്രീധരൻ്റെ ഈ പരിപാടി കേരളത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 2-2.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന അതിവേഗ ട്രെയിൻ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 60,000 കോടി രൂപയാണ് ഇപ്പോൾ പറയുന്നത്, പക്ഷേ ചിലവ് കൂടും എന്നാണ് പറയുന്നത്. അതിൽ 40% തുക ഓഹരി അടിസ്ഥാനത്തിൽ ഒക്കെ കളക്ട് ചെയ്യുന്നതാണ്, ബാക്കി 60% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടുന്നതാണ്. എന്തായാലും ഒരു PPP മോഡലാണ്. അങ്ങനെ കേരളത്തിൽ ഇനി പ്രോജക്റ്റുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലാതെ സർക്കാരിന് മാത്രം പൈസ എടുത്ത് ചെയ്യാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പോൾ അതെന്തായാലും വരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിവേഗത്തിൽ പ്രോജക്റ്റ് ഓടുകയാണ്. അംഗീകാരം കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ അംഗീകാരം, ഇവിടെ മന്ത്രിസഭ അംഗീകരിക്കണം, EIA പിന്നെ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി അംഗീകരിക്കണം, ആ കമ്മിറ്റി അംഗീകരിക്കണം, സെൻട്രൽ അയക്കണം, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് അംഗീകരിക്കണം, റെയിൽവേ മന്ത്രാലയം അംഗീകരിക്കണം, പിന്നെ ധനമന്ത്രാലയം അംഗീകരിക്കണം. ഒരുപാട് പ്രോസസ്സുണ്ട്, നടപടിക്രമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എങ്കിലും ഗ്രീൻ സിഗ്നലിലേക്ക്
റെഡ് സിഗ്നലിൽ നിന്ന് ഗ്രീൻ സിഗ്നലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ മാറി ആ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും LDFിൻ്റെ KRയിൽ വരില്ല കേട്ടോ, UDFിൻ്റെ അതിവേഗ റെയിൽ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഡൽഹി മെട്രോ റെയിൽ ലിമിറ്റഡ് DMRL എന്ന് പറയുന്ന കമ്പനി, മെട്രോ ലിമിറ്റഡ് കോർപ്പറേഷൻ്റെ കമ്പനി, അവർ സമ്മതപത്രവും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലും കൊച്ചിയിലും അതുപോലെ തന്നെ മുംബൈയിലും രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ, കൽക്കട്ടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മെട്രോ റെയിൽ പണിതിട്ടുള്ള ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ്, DMRC ആണ് ഇതിനകത്ത് പണിയെടുക്കുകയാണെങ്കിൽ അവർ വളരെ ശക്തരായ ടീമാണ്, പ്രോജക്റ്റുകൾ നടപ്പിലാക്കി കഴിവുള്ള ടീമാണ്, എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ 2-4 വർഷം കൊണ്ട് പ്രോജക്റ്റ് തീരാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ പോസിറ്റീവായി നീങ്ങുന്നു. പക്ഷേ അപ്പോഴും ഒരു എൻവയോൺമെൻറ്റൽ ആംഗിളിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ പാരിസ്ഥിതികവും സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും എന്താണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിൽ അഭിപ്രായം പറയാനും പറ്റുന്നില്ല. അത് പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പുറത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിക്കാം.